ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിംല ആൻഡ് വ്ലോഗ്. എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ തംബ്നെയിൽ കണ്ട് ഓടി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ തംബ്നെയിലിൽ എന്താണ് ഫുൾ മിററും നമ്മുടെ ബോഡി കാണണം, ശരീരം കാണണം എന്നൊക്കെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നെഗറ്റീവായിട്ട് എടുക്കുന്നവർക്ക് എടുക്കാം കേട്ടോ. പക്ഷേ ഇത് ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും വേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് കഥയായിട്ട് പറയാം, കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. നിങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക കേട്ടോ. എല്ലാവരും കേൾക്കും, പ്രത്യേകിച്ച് സ്ത്രീകളെല്ലാവരും കേൾക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക്, ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല, കണ്ടിട്ടുള്ളവർക്ക് അറിയാനായിട്ട് പറ്റും. ഞാൻ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് കുഞ്ഞു വീടാണ്, നമ്മൾ താൽക്കാലികമായിട്ട് വെച്ചിട്ടുള്ള വീടാണ്. അപ്പോൾ അവിടെ കണ്ണാടി എന്ന് പറയുന്ന ഒരു സംഭവം വളരെ നമ്മുടെ അലമാരിയുടെ കണ്ണാടി അതാണ് കേട്ടോ ഉള്ളത്. അത് റൂമിന് അത്ര വെട്ടം പോരാ, നല്ല പോലെ ഫേസ് കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത്രയും നമ്മൾ ജസ്റ്റ് മുടി കെട്ടാനോ പൗഡർ ഇടാനോ ഒക്കെ തന്നെ അത് യൂസ് ചെയ്യും. അതിനും അത് വെട്ടം കുറവാട്ടോ. അതുകൊണ്ട് ഞാൻ പുറത്തൊരു കുഞ്ഞ് കണ്ണാടി വെച്ചിട്ട് അതിൽ നോക്കിയിട്ടാണ് നമ്മൾ കണ്ണൊക്കെ എഴുതുക, പൗഡറൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം പണിയൊക്കെ തീർന്നു, ഇൻറ്റീരിയർ വർക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം അൽഹംദുലില്ലാ തീർന്നിട്ടുണ്ട്. അപ്പോൾ പഴയ ബാത്റൂം എന്ന് പറയുന്നത് വെളിയിലായിരുന്നു. അവിടെ 2 ബാത്റൂമായിട്ട് വെളിയിൽ, നിങ്ങൾ ആ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, വെളിയിലാണ് ഉണ്ടായിരുന്നത്. നോർമൽ ബാത്റൂം, പണ്ട് നമ്മൾ യൂസ് ചെയ്ത് വന്ന ബാത്റൂം. ഓക്കെ, അപ്പോൾ അവിടെയും മിററും കാര്യങ്ങളും ബാത്റൂമിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആ ബാത്റൂം ഈ ഇടയ്ക്ക് ഇടിച്ചു. അതായത് ഈ വീടിൻ്റെ പണി തീർന്ന് പുതിയ ബാത്റൂമൊക്കെ ചെയ്ത സമയത്ത് ആ ബാത്റൂം ഇടിച്ച് കളഞ്ഞു. പഴയ വീടെന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇക്കായൊക്കെ ജനിച്ച് വളർന്നൊരു വീട് ഇവിടെ ഉണ്ടായിരുന്നു. ആ വീട് ഇടിച്ചിട്ടാണ് പുതിയ വീട് വെച്ചേക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ പുറത്തോട്ടുള്ള ജനൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വലിയ മിറർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു മിറർ, ആ ജനലിൻ്റെ വലിപ്പത്തിലുള്ളൊരു മിറർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീടിടിച്ച സമയത്ത് എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ട് വെച്ചേക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ബാത്റൂം ശരിയാക്കിയ സമയത്ത് ആ മിറർ എടുത്തുകൊണ്ട് വന്ന് ബാത്റൂമിൽ വെച്ചു. കൺഫ്യൂഷനായോ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ കഥ. പുതിയ വീട്ടിൽ ബാത്റൂമിൽ ഒരു വലിയ മിറർ ഞാൻ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുളിക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ കുളിക്കാൻ ഒക്കെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുളിച്ചിട്ട് വരാമെന്നൊരു സിസ്റ്റമാണ്. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ട് ഞാൻ ചെയ്യാറില്ലായിരുന്നു കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഞാനത് ചെയ്യാറില്ലായിരുന്നു, നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ലായിരിക്കും. അപ്പോൾ ഈ ഫുൾ മിറർ കൊണ്ടുവന്ന് വെച്ച സമയത്താണ് ഞാനൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മുമ്പേ ഉള്ളതാണോ അല്ലയോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ചെസ്റ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട്, അതായത് വയറിന് കുറച്ച് മുകൾ ഭാഗത്തായിട്ട് ഒരു തടിപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തടിപ്പ് മീൻസ് ഒരു ഇങ്ങനെ എന്തോ ഇങ്ങനെ നീര് പോലെ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നീരിറക്കം വരുന്ന ആളാണ്. അതായത് ഷോൾഡർ, നടുവും ഒക്കെ നീരിറക്കം എന്ന് പറയുന്ന ഒരു സംഭവം വരുന്ന ആളാണ്. അത് അറിയാമല്ലോ നിങ്ങൾക്ക്, ഇങ്ങനെ നീര് കല്ലിച്ച് കിടക്കുന്ന പോലെ ഉള്ളതും വേദനയൊക്കെ വരുന്ന ടൈപ്പാണ് ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ എന്തെങ്കിലും ആകുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം അത് വിട്ടു. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, സംഭവം അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ എൻ്റെ ഡൗട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇക്കാലത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കായും പറഞ്ഞു ഓക്കെ എന്തോ പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു തടിപ്പ് ഫീല് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട്, ഒരു 10 വർഷത്തിന് മേലെയായിട്ട് വോമിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുള്ള ആളാണ് കേട്ടോ. വിശന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഹാരം നമുക്ക് ഇപ്പോൾ ബിരിയാണിയോ അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, കപ്പലണ്ടി, മിക്സർ, ചിപ്സ് അങ്ങനെയൊക്കെ കട്ടിയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് എനിക്കിത് ദഹിക്കത്തില്ല. അതെനിക്ക് നന്നായിട്ടൊരു വെയിറ്റ് പോലെ ഫീൽ ചെയ്യും കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ തടുപ്പുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ടാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു വെയിറ്റ് ഫീൽ ചെയ്യും, വേദന ഉണ്ടാവും, ഞാൻ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ മീൻസ് ലാസ്റ്റ് ബ്ലഡ് പോലൊരു സംഭവം എത്തുന്നത് വരെ ഞാൻ ഛർദ്ദിക്കും കേട്ടോ. അത് ബ്ലഡാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ ബ്ലഡിൻ്റെ ഒരു ടേസ്റ്റാണ്. കളറ് കറക്റ്റ് ബ്ലഡിൻ്റെ അല്ല, കുറച്ചൊരു
ബ്രൗൺ പോലത്തെ കളറ് കറക്റ്റ് ആ ഒരു സംഭവം വന്നു തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേദന ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കുറേ നാളായിട്ടുള്ളതാണ്. മൂന്നോ നാലോ വട്ടം ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്, അൾട്രാസൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നമാണെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ മൈൻഡിൽ കിടക്കുകയാണ്, ഇതിങ്ങനെ ഉണ്ട്, ഇതെന്താണെന്ന് അറിയത്തില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ മൈൻഡിലുണ്ട്. അപ്പോഴാണ് ഈ ഒരു സംഭവം കൂടി കാണുന്നത്. അപ്പം നമ്മൾ അങ്ങനെയാണല്ലോ, എല്ലാം കൂടിയിട്ട് അങ്ങ് കണക്ട് ചെയ്തു. ഓക്കെ, എന്തോ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ ഭാഗത്ത് തന്നെ തടുപ്പ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നത്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം എന്ന് തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെ ഹോസ്പിറ്റലിൽ ആദ്യം പോയത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജാണ്. നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും തിരുവനന്തപുരം കൊല്ലമൊക്കെ ഉള്ളവർക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്കായിരിക്കും പോവുക. അവിടെ ചെന്നപ്പോൾ ഞാൻ ഈ ചെസ്റ്റിൻ്റെ താഴ്ഭാഗത്തായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗൈനക്കോളജിയെ കാണിക്കാം, എന്നിട്ട് അവരെന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു. ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഏതാണ്ട് 1.5 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് കയറി ഡോക്ടറെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ എനിക്കിങ്ങനെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്ത് ചെറിയ തടുപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു സർജനെ കാണിക്കും, ഇത്രേ പറഞ്ഞോളൂ കേട്ടോ. എന്നിട്ട് എനിക്ക് അവർ റെഫറൽ എഴുതും. ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല, കേട്ടതുമില്ല. തടുപ്പ് എന്ന് കേട്ടപ്പോൾ ഓക്കെ, അത് സർജനെ കാണിക്കേണ്ട ഇഷ്യൂ ആണ്, അതുകൊണ്ട് സർജനെ കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഒരു നിരാശ ഫീൽ വന്നു കേട്ടോ. ഓക്കെ, കാര്യമില്ല, ഞാൻ ഇത്രയും നമ്മുടെ മനസ്സിൽ ഇത് ആക്കിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ നിസ്സാരമായിട്ട് നോക്കാൻ പോലും തയ്യാറായില്ലല്ലോ എന്നുള്ളൊരു ഫീൽ വന്നു. അത് കഴിഞ്ഞിട്ട് സർജനെ കാണിക്കാൻ ചെന്നപ്പം ഉടക്കത്താൾ, ഒരു രക്ഷയില്ല. അതുമല്ല, ഒന്നും കൂടി താഴെ പോയിട്ട് നമ്പർ ഇട്ടിട്ട് വരണം. അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു, 1 മണിയായി, 1:30 ഞാൻ ഗൈനിക്കിനെ കണ്ടപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഉമ്മച്ചിക്ക് എന്ന് പറയുന്നത് എൻ്റെ ഉമ്മക്ക് കേട്ടോ, എന്തെങ്കിലും ഇച്ചിരി കിട്ടിയാൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഞാൻ ഉമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു തടുപ്പുണ്ട് എന്നൊന്നും ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞില്ല. എങ്കിൽ ഉമ്മ അതിനെ ഭയങ്കര ആയിട്ട് പേടിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ആശുപത്രിയിൽ പോയത്. ഡോക്ടറെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്യേണ്ട, KTCT ഹോസ്പിറ്റലിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കേട്ടോ, അവിടെ പോവാം, അവിടെ പോയിട്ട് ഡോക്ടർ സർജനെ തന്നെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുറേ നാളായിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഛർദ്ദിക്കുന്നത്, എന്താണ് എൻ്റെ പ്രോബ്ലം. ഒരു നോർമലായിട്ടുള്ള ഒരു ഛർദ്ദിലല്ല എനിക്ക്. കാരണം നോർമലി ഇപ്പം നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന ഒരു ഫുഡ് കഴിച്ചാലും ഞാനത് ഒമിറ്റ് ചെയ്യും. അല്ലെങ്കിൽ എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് നോമ്പെടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഒമിറ്റ് ചെയ്ത് ഒരു വഴിയാവും. ഒമിറ്റ് ചെയ്യുക മീൻസ് ഏറ്റവും ലാസ്റ്റ് കുടിച്ച വെള്ളം വരെ ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബ്ലഡ് കണക്ക് വരുന്ന ആ ഒരു സംഭവം ഇങ്ങനെ കുറേ വരും. അത് ആകെ കൂടി ഞാൻ പെട്ടുപോകും. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു തടുപ്പിനെക്കാട്ടി, അത് വേദനയൊന്നുമുള്ള സംഭവമല്ലായിരുന്നു കേട്ടോ. എൻ്റെ മൈൻഡിൽ അതാണ് കിടക്കുന്നത്, ഈ ഒരു ഛർദ്ദിലിൻ്റെ ഇതാണ് കിടക്കുന്നത്. ഓക്കെ, ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്യാസ്ട്രോയെ തന്നെ കാണാം എന്ന് വിചാരിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു. ആഴ്ചയിൽ 2 ദിവസമാണ്. നിങ്ങൾക്ക് ഈ പരിസരത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടാനാണ് കേട്ടോ പറയുന്നത്. KTCT ഹോസ്പിറ്റൽ ആഴ്ചയിൽ 2 ദിവസം ഗ്യാസ്ട്രോളജി ഉണ്ട്, ബുധനും വെള്ളിയും. അപ്പോൾ കിംസിലുള്ള ഡോക്ടറാട്ടോ, ഡോക്ടർ അജിത് കുമാർ ആണെന്നാണ്, കുമാർ തന്നെ എന്തോ, അജിത്ത് എന്നാണ് പേര്. അപ്പോൾ അങ്ങനെ പോയിട്ട് കാണാമെന്ന് വിചാരിച്ച് ഞാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ അടുത്ത് ഞാൻ എൻ്റെ വിഷയങ്ങൾ പറഞ്ഞു. അതായത് ഇങ്ങനെ ഗ്യാസ്ട്രോയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് ഡോക്ടർ ചോദിച്ചത്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ ഈ ഒരു തടുപ്പിൻ്റെ കാര്യവും പറഞ്ഞു. ഡോക്ടർ അത് നോക്കിയില്ല. എൻ്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞത് അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു. ഓൾറെഡി ഞാൻ 4-മത്തെയോ 5-മത്തെ അൾട്രാസൗണ്ടാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. അൾട്രാസൗണ്ടിലൊന്നും എനിക്ക് മുന്നേയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് എനിക്ക് ഈ വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയത് സൗദിയിൽ വെച്ചിട്ടാണ്. ഇക്കാളോടെ അവിടെ ആയിരുന്ന സമയത്തായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് അൾട്രാസൗണ്ട് എടുക്കുന്നത്. എക്സ്റേയും അൾട്രാസൗണ്ടും ബ്ലഡ് ടെസ്റ്റുകളും ഒക്കെ അവരവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ നോർമലായിട്ടാണ് അവരെന്ന് പറഞ്ഞത്. ഒരു എൻഡോസ്കോപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് എൻഡോസ്കോപ്പി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഡോക്ടർ ഇതെല്ലാം എഴുതി തന്നപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണോ, അല്ല പിറ്റന്നാന്ന് തോന്നുന്നു, പിറ്റന്നോ 2 ദിവസം കഴിഞ്ഞിട്ടോ ആണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അൾട്രാസൗണ്ട് എടുത്ത് ബ്ലഡ് എല്ലാം കൊടുത്തിരുന്നു. അൾട്രാസൗണ്ടിൻ്റെ റിസൾട്ട് കിട്ടി, നോർമൽ ആയിരുന്നു. ഓക്കെ, അതിലെനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അതെനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ. കാരണം 2021
2020 അൾട്രാസൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു അതിൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പായിരുന്നു. അപ്പം അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതും കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കണ്ട്. ഇപ്പം ഡോക്ടർ ബ്ലഡിൻ്റെ റിസൾട്ടുകൾ നോക്കിയപ്പോഴത്തേക്കും അതിൽ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. കുറേ സാധനങ്ങളില്ല, കുറവായിരുന്നു. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരുന്നു, വിറ്റാമിൻ D3 ഇതുണ്ടായിരുന്നു. പിന്നെ കുറേ എനിക്ക് അറിഞ്ഞൂടാത്ത കുറേ സംഭവങ്ങളുടെ കുറവ് കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് എൻഡോസ്കോപ്പി തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാനിങ്ങനെ എൻഡോസ്കോപ്പി എടുത്ത്. ഇത് ഭയങ്കര വലിച്ചു നീട്ടി പറയുമ്പോൾ നിങ്ങൾ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കരുത് കേട്ടോ. എൻഡോസ്കോപ്പി എടുത്തു. എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, വയറ്റിൽ വൈറസിൻ്റെ കുറച്ച് പ്രോബ്ലംസാണ് ഡോക്ടർ പറഞ്ഞത്. അത് കോമൺ ആയിട്ട് ഇപ്പോൾ കുറേ പേരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞിട്ട് ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ അത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അൾസർ ആവും. ഇത് അൾസർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അൾസർ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ടുള്ളൊരു ബാക്ടീരിയൽ വൈറസാണ്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായ കാരണം ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് ആ തടുപ്പിൻ്റെ കാരണമെന്ന് പറഞ്ഞില്ല. എനിക്കറിയത്തില്ല കേട്ടോ അതെന്താണ് അങ്ങനെ വന്നത്. ഇപ്പോഴും എനിക്ക് സ്റ്റിൽ അതുണ്ട്. പക്ഷെ എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഈ കഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഒരു 10 വർഷമായിട്ട് ഞാൻ കൊണ്ട് നടന്നിരുന്ന ഒരു കാര്യം ഇപ്പോൾ കണ്ടുപിടിക്കാൻ, എന്താണ് അതിൻ്റെ റീസൺ എന്ന് കണ്ടുപിടിക്കാൻ കാരണമായത് ആ ഒരു തടിപ്പാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ആ മിററിൽ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലായ ഒറ്റ കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോവാൻ അത്രയും ഇതെടുത്തിട്ട് പോയത്. ഇല്ലെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു. ഈ ഛർദിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് ഞാൻ പോകത്തില്ലായിരുന്നു. കാരണം കണ്ടിന്യൂസ് ഈ ഛർദിലുള്ള ഒരാളല്ല. ഇടയ്ക്ക് ഈ ഇങ്ങനെയുള്ള ഫുഡിൻ്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ വിശക്കുമ്പോൾ അങ്ങനെയൊക്കെ വരും. കുറച്ച് ഛർദിക്കും, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർ അതുമായിട്ട് യൂസ്ഡായി. ഓക്കെ, എത്ര ഛർദിച്ചാലും ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇക്ക ആണെങ്കിലും പിള്ളേരാണെങ്കിലും ഇതുമായിട്ട് യൂസ്ഡായി. കുറച്ച് ദിവസം മുന്നേ റയു എൻ്റെ അടുത്ത് റയുവിന് ഛർദിൽ വന്നപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചു, ഒറ്റ തവണ ഛർദിച്ചപ്പോൾ നീ ഭയങ്കര ടയേർഡായില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് തിരിച്ചു പറഞ്ഞത്, ഉമ്മച്ചിയാണ് ഛർദിക്കുന്നതെങ്കിൽ ഉമ്മച്ചി അത് യൂസ്ഡായി, ഉമ്മക്ക് അത് പ്രശ്നമില്ല, ഉമ്മ അത് ഓക്കെയാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അവ അങ്ങനെ അല്ലല്ലോ എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതെ, അപ്പോൾ ഇത്രയും വർഷമായതുകൊണ്ട് ഇവരിത് കണ്ട് അവർ യൂസ്ഡായി. ഛർദിച്ച് ഞാനും അതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ടു. ഓക്കെ, എനിക്കും അറിയാം ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഒരു ടൈം കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആവും എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വീക്കായിരുന്നു. എനിക്ക് പനി വരുന്ന പോലെ ഫീൽ ചെയ്യുക. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പനി, നമുക്കെങ്ങനെയാണ് പനി വരുമ്പോൾ ഒരു ഫീലില്ലേ, അതുപോലെ ഫീൽ ചെയ്യുക. ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു തണുപ്പ് വരിക. എനിക്ക് സ്വയം ചൂട് ഫീൽ ചെയ്യും. മറ്റുള്ളവർക്ക് ഞാൻ പനി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റൈവൊക്കെ ഇടയ്ക്ക് നോക്കിയിട്ട് പറയുമ്പോഴത്തേക്ക് ചൂട് ഫീൽ ചെയ്യുന്നു എന്ന് പറയും. എനിക്ക് സ്വയം അങ്ങ് പനി പോലെ ഇങ്ങനെ തോന്നും. അതുപോലെ എനിക്ക് ഭയങ്കര ക്ഷീണം, തളർച്ച, എന്തോ ഒരു വല്ലായ്കയായിരുന്നു കേട്ടോ. എനിക്ക് ആകെപ്പാടെ പെട്ടു എന്ന് വേണം പറയാൻ. അപ്പോൾ പനിയൊക്കെ ഇടയ്ക്ക് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത് പനിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വൈകിട്ടാവുമ്പോൾ എനിക്കിതുപോലെ വരും. ക്ഷീണം, ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞു പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരുന്നു, പിന്നെ D3യുടെ കുറവുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ കുറച്ചായിട്ട് അൽഹംദുലില്ലാ പ്രശ്നമില്ലാതെ ടാബ്ലറ്റൊക്കെ എടുത്തതിന് ശേഷം ഞാൻ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട്. കുറച്ച് ദിവസം ഞാൻ വീട്ടിലൊക്കെ പോയി നിന്നു. കാരണം ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് വന്നപ്പോൾ ഉള്ളൊരു പ്രശ്നമായിരിക്കും. ആ സമയത്താണ് ഈ ഒരു പ്രോബ്ലം, ഇങ്ങനെ ഒരു തടുപ്പ് ഒക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. ഇല്ലെങ്കിൽ ഓക്കെ, അസിഡിറ്റിയുടെ പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷെ ഇത് കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എൻ്റെ ഒരു റിലേറ്റീവിന് ഈ ഒരു സംഭവം ഉള്ളതാണ്. ആളിന് നന്നായിട്ട് കൂടിയിട്ട് കുടലിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാറാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ എന്ത് തന്നെ ആയാലും എനിക്കിപ്പോൾ ഈ ഒരു അവസരം, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട് കാരണമായത് ഈ ഒരൊറ്റ ഇൻസിഡൻ്റാണ് കേട്ടോ. കണ്ണാടിയിൽ നമ്മൾ ഇനി എന്ത് തന്നെ ആയാലും നമ്മുടെ ബോഡിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഇപ്പോൾ
ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ചെസ്റ്റിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ. അത് എപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവരിങ്ങനെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഗൈനിക്കിൻ്റെയൊക്കെ റൂമിന് ഫ്രണ്ടിലായിട്ട് എപ്പോഴും ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കും. നമ്മളിങ്ങനെ നോക്കണം, എന്തെങ്കിലും തടിപ്പോ അല്ലെങ്കിൽ സൈസിൽ വ്യത്യാസമോ എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ നമുക്ക് ഇല്ലാത്ത എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. അത് ചെയ്താലേ പറ്റുള്ളൂ. നമ്മൾ ആദ്യം മുതലേ അത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിൽ മാറാവുന്ന കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ട് അത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഫുൾ മിററിൻ്റെ കാര്യം പറഞ്ഞത്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫുൾ ബോഡി നോക്കിയിരിക്കണം. അതായത് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ടോയ്ലറ്റിൽ ഒരു ഫുൾ മിറർ ഉള്ളത് എപ്പോഴും നല്ലതാട്ടോ. ഇപ്പം മിക്കുള്ളവരും ടോയ്ലറ്റിൽ ഫുൾ മിറർ വയ്ക്കണം എന്നില്ല. എന്നാലും നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിൽ നമ്മളൊരു ഫുൾ മിറർ സെറ്റ് ചെയ്യണം. നമ്മുടെ ബോഡി നമ്മൾ നോക്കണം, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ ഉറപ്പായിട്ടും നോക്കണം. എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യുക. നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറുള്ള ഒരു ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യുക കേട്ടോ. കാരണം ഇപ്പം ഞാൻ ആദ്യം പോയതുപോലെ ഒരു ഗൈനിക്കിനെ പോയിട്ട് അവർ ഒന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ചില ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ചില ഡോക്ടേഴ്സ് എങ്ങനെയാണ് കേട്ടോ, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ നമ്മളെ കളിയാക്കിയിട്ടായിരിക്കും തിരിച്ച് സംസാരിക്കുക. നമുക്ക് നമ്മുടെ പ്രശ്നം വലുതാണ്, ആ ഡോക്ടറിന് അത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ടാവാം അവരങ്ങനെ പെരുമാറുന്നത്. എനിക്ക് ഒരുപാട് അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മക്കളെ കൊണ്ടുപോകുമ്പോഴാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ എനിക്ക് കുറേ അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ഷോൾഡർ പെയിനും ഇതൊക്കെ ആയിട്ട് ഡോക്ടറെ കാണാൻ പോകുമ്പോഴും ഡോക്ടറിനോട് വളരെ ഇതായിട്ട് ഓക്കെ ഇയാൾ നടക്ക് ശരിയാവും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ തിരിച്ച് നമുക്ക് ഡൗട്ട് വരുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ ഇത് നടന്നാൽ ശരിയാവുന്ന പ്രശ്നമാണോ? അപ്പോൾ ആൾ ചൂടായിട്ടാണ് സംസാരിക്കുന്നത് തിരിച്ച്. അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറുള്ള ഒരു ഡോക്ടറിനെ, നല്ലൊരു ഡോക്ടറിനെ പോയിട്ട് കൺസൾട്ട് ചെയ്യുക. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയുക, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സൗദിയിൽ നിന്ന് പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. അത് കഴിഞ്ഞൊരു 2016 ആ ഒരു ടൈമിലാണ് കേട്ടോ പറഞ്ഞ്. 18 ആ ഒരു ടൈമിലാണ് എൻ്റെ അടുത്ത് എൻഡോസ്കോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് മുതൽ ഇത്രയും ഞാൻ ലേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് പേടിയാണ്. ഈ ഒരു സംഭവം ചെയ്യുന്നത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്ത ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള എൻ്റെ പേടിയും പ്ലസ് അതിനൊരു വലിയ മൈൻഡ് കൊടുക്കാത്തത് കൊണ്ടും ആയിരിക്കാം ഇത്രയും നീണ്ടുപോയത്. അപ്പോൾ എൻഡോസ്കോപ്പിയെ കുറിച്ചിട്ടുള്ള എൻ്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇനിയും ഇതുപോലെ എന്നെ കണക്ക് പേടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആവും. നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇപ്പം തന്നെ കുറേ ലോങ് ആയി ഈ വീഡിയോ. അപ്പോൾ അത് അടുത്ത പാർട്ടായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എപ്പോഴും നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഈവൻ നമ്മുടെ പാർട്ട്ണർക്ക് പോലും നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ കുറച്ച് ആക്റ്റീവാണ്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകൾ നമ്മൾ ഒരു കാര്യത്തിലും മുടക്കം വരുത്താതെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ശ്രദ്ധിക്കത്തില്ല. ഇനി ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരതിനെ അത്ര, എനിക്കങ്ങനെയായിരുന്നു കേട്ടോ. എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്തത്, ഞാൻ ഓക്കെ ആണ്, ഛർദ്ദിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ശരിയായിക്കോളും എന്ന് അവർക്കും ഒരു ഇതുള്ളത് കൊണ്ടാണ് ഇത്രയും ഇതിങ്ങനെ നീണ്ടുപോയത്. നീ അത് പോയി ചെയ്യ്, നിനക്ക് ഓക്കെ ആവും, അങ്ങനെ പ്രസ് ചെയ്തിട്ട് പോയതല്ല. ഞാനിത് എൻ്റെ ഓക്കെ എനിക്കിനി ഇത് വെച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് എന്തെങ്കിലും പറ്റും എന്ന് എനിക്ക് സ്വയം ഫീൽ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയതും ഡോക്ടറെ കണ്ടതും ഒക്കെ കേട്ടോ. കാരണം അത്രയും ഞാൻ അവശയായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഇക്കാടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ പോയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അങ്ങനെ നിൽക്കാറില്ല. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോയി നിൽക്കും. അതും രാത്രിയാകുമ്പോൾ ഞാൻ എന്തായാലും തിരിച്ചു വരും. കാരണം ഇക്കാടെ വാപ്പ ഇവിടെ ഉണ്ട്, പിള്ളേരെ സ്കൂള് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ പോയി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവാണ് കേട്ടോ. എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമാണ്. എന്നിട്ട് ഞാൻ ഇപ്രാവശ്യം അത്രയും വയ്യാണ്ടായതുകൊണ്ട് മാത്രമാണ് 4 ദിവസം വീട്ടിൽ പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഞാൻ അത്രയ്ക്ക് ഡൗൺ ആയിരുന്നു കേട്ടോ. ഭയങ്കര എൻ്റെ ഇക്കാടെ
മാമിയുടെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു തൊട്ട് മുകളിലത്തെ വീട്ടിൽ. അപ്പം ആ കല്യാണത്തിനൊക്കെ ഞാൻ ആകെ പെട്ടിരിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നിനും ഒരു ഇതുണ്ടായിരുന്നില്ല. ജസ്റ്റ് കല്യാണത്തിൻ്റെ അന്ന് പോയി എന്നല്ലാണ്ട് എനിക്ക് ബാക്കി ഒരു കാര്യങ്ങൾക്കും എനിക്ക് വയ്യായിരുന്നു. പിറ്റേന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള ദിവസമായിരുന്നു. അപ്പോൾ മറുവീട് എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിന് പോയിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അത്രയും വയ്യാണ്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഒരു കേസിൽ എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ബ്ലഡിൽ കുറേ വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ ഒത്തിരി നമുക്ക് അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. എന്തെങ്കിലും ക്ഷീണമോ തളർച്ചയോ എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ വല്ല തടിപ്പ് പോലെയോ അല്ലെങ്കിൽ ചുമന്ന ഒരു പോലെയോ ഒക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. വെറുതെ വെച്ചുകൊണ്ടിരിക്കരുത്. അല്ലെങ്കിൽ ഇത് ഇത്രയല്ലേ ഉള്ളൂ, ശരിയാവും, മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം ഡോക്ടറാവുമല്ലോ. അങ്ങനെ ആവാൻ നോക്കരുത് കേട്ടോ. അങ്ങനെ ആവാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് എൻ്റെയൊക്കെ പോലെ പണി കിട്ടും. പിന്നെ പേടി, ഡോക്ടർ ഓരോ ടെസ്റ്റിയൊക്കെ പറയുമ്പോൾ ഉള്ള പേടി അതും ഒക്കെ ഉണ്ട്. എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ. ചിലർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മടിയായിരിക്കും. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരാളുണ്ട് കേട്ടോ. എൻ്റെ ഇക്ക ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര മടിയാണ്. ആളിന് അസുഖം വന്നാലും ആളിന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കോ പിള്ളേർക്കോ അസുഖം വന്നാലും ഇക്ക ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറയുന്നത് കുറവാണ്. കൊണ്ടുപോകലും വളരെ കുറവാണ്. ആൾ കൂടെ വരത്തില്ല. ആളിനെന്തോ അത് ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുന്ന അത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകും. പിന്നെ നമ്മൾ തന്നെ അനുഭവിക്കണം. വേദനയായാലും അല്ലെങ്കിൽ അഡ്മിറ്റ് ആവേണ്ടി വരും, അത്രയും മെഡിസിൻസ് എടുക്കേണ്ടി വരും എന്നൊക്കെ എനിക്ക് ബോധം വന്നത് ഇപ്പോഴാണ്. ബോധം വന്നു എന്ന് പറയുന്നതിനെക്കാട്ടിയും എൻ്റെ സാഹചര്യം അതായിരുന്നു കേട്ടോ. ഞാൻ ഒരു കുഞ്ഞ് അസുഖം വന്നാലും അതിനെ കെയർ ചെയ്യുന്ന ഒരാളാണ് ഇപ്പോഴും അതെ. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ പലപ്പോഴും എന്നെക്കൊണ്ട് ഇവിടം വരെ എത്തിച്ചതാണ്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ, എന്താ എൻ്റെ പ്രശ്നം എന്ന് അറിയണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു തടുപ്പ് ആ ഒരു ഭാഗത്ത് തന്നെ ആ ഒരു വെയിറ്റ് കണക്കത്തെ ഒരു ഫീല് വരിക, ഛർദ്ദിക്കുമ്പോൾ അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര പേടിയും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന്, വോമിറ്റിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. ആ ഒരു തടുപ്പിൻ്റെ പ്രോബ്ലം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് പറയാൻ മറന്നു. അൾട്രാസൗണ്ട് എടുത്ത സമയത്ത് അതവർ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉള്ളിലോട്ടൊന്നും ഇല്ല കേട്ടോ. അത് പ്രോബ്ലമായിട്ടൊന്നും അകത്തൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നീര് കെട്ടിക്കിടക്കുന്നതിൻ്റെ എന്തെങ്കിലും ആണോ പുറത്ത്, അല്ലെങ്കിൽ അതെനിക്ക് മുന്നേ ഉണ്ടായിരുന്നതാണോ എന്നും എനിക്കിപ്പോൾ അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ജസ്റ്റ് കുളിച്ച് ഡ്രസ്സ് ചെയ്ത് ഫേസൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ബാക്കി ബോഡി പാർട്സ് ഒന്നും നമ്മൾ നോക്കലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മുന്നേ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതും എനിക്ക് അറിയത്തില്ല. എന്തായാലും ഉർവശി ശാപം ഉപകാരമായി എന്ന് പറയുന്നത് പോലെ ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് ഇപ്പോഴത്തെ എൻ്റെ പ്രോബ്ലംസിനൊക്കെ ഒരു പരിഹാരമായി എന്ന് വേണം പറയാൻ. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ന് പറയാനായിട്ട് വന്നത്. നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ കേട്ടു എന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ബോഡി പാർട്സൊക്കെ നോക്കുക, ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, എന്താണ് ഏതാണ് എന്നൊക്കെ നോക്കുക. ഓക്കെ, എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ആവട്ടെ അല്ലെങ്കിൽ മക്കളുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം ഒക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര പുറകോട്ടായിരിക്കും. ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ, വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ, അങ്ങനെ കുറേ നമ്മൾ വീഴ്ച വരുത്തും. അത് നമുക്ക് തന്നെയാണ് കേട്ടോ അപകടം ഉണ്ടാവുക. കുറേ നാൾ കഴിഞ്ഞ് നമുക്ക് അസുഖം വന്നാൽ ഈ പറഞ്ഞ മക്കളും ഹസ്ബൻഡും ഒക്കെ തന്നെ നമ്മുടെ അടുത്ത്, നമ്മൾ പറഞ്ഞില്ലല്ലോ നിൻ്റെ അടുത്ത് കഴിക്കണ്ടെന്ന്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലല്ലോ നിൻ്റെ അടുത്ത് സമയത്ത് ഉറങ്ങണ്ടെന്ന്, ഇങ്ങനെയൊക്കെ അവർ എന്നെ തിരിച്ച് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് തന്നെ പ്രിഫറൻസ് കൊടുക്കുക. എന്നിട്ട് വേണം ഓടി നടക്കാൻ. നമുക്ക് ഓടി നടക്കണമെങ്കിൽ നമ്മളുണ്ടാവണമല്ലോ ആരോഗ്യത്തോടെ. നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. നമ്മൾ തന്നെയാണ് നമ്മുടെ വീട്ടിലെ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ? ആണ്, ഉറപ്പായിട്ടുമാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടിരിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ എൻഡോസ്കോപ്പിയുടെ ഇതും കൂടെ പറയാം. നിങ്ങളത് കേട്ട് നോക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ലോങ് ആയി, അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ എൻഡോസ്കോപ്പി ചെയ്ത് എൻ്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ.
ഓക്കെ.